ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഭാഗവത കഥകൾ ഇപ്പോൾ 6 അവതാരങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി 7ാമത്തെ അവതാരമാണ്. 7ാമത്തെ അവതാരം എന്താണെന്നറിയാമല്ലോ, ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരമാണ്. അപ്പോൾ അത് ബാക്കി എല്ലാ കഥകൾക്കും കുറച്ച് സമയം 10 അല്ലെ 15 മിനിറ്റ് വരെയൊക്കെ സമയമായിരുന്നു. നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ്റെ മര്യാദാ പുരുഷോത്തമൻ്റെ കഥ പറയുമ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും. ജന്മം മുതൽ പട്ടാഭിഷേകം വരെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കും കേട്ടോ. മര്യാദാ പുരുഷോത്തമനെക്കുറിച്ച് പറഞ്ഞാൽ രാമായണ കഥ എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാലും ഇന്നത്തെ തലമുറ കൊച്ചുകുട്ടികൾക്ക് ഇതിനോട് അല്പം ഗ്രാഹ്യം കുറവായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ അവരെ കേൾപ്പിച്ചു കൊടുക്കുക ഈ കഥ. നാരദമുനിയോടൊരിക്കൽ വാൽമീകി മഹർഷി ചോദിക്കുകയുണ്ടായി, ഈ ലോകത്ത് സൽഗുണങ്ങളുള്ള സർവ്വഗുണങ്ങളുമുള്ള ഏതെങ്കിലും വ്യക്തിയുണ്ടോ എന്ന്. അപ്പോൾ സർവ്വഗുണങ്ങളും എന്നുദ്ദേശിച്ചത് എന്താ? സത്യസന്ധത, കൃതജ്ഞത, പറയുന്ന വാക്കിൽ ഉറച്ച വിശ്വാസമുള്ളയാൾ, എല്ലാ കാര്യങ്ങളിലും അറിവുള്ളയാൾ, ജ്ഞാനി, അതുപോലെ തന്നെ ക്ഷമയുടെ ഒരു പര്യായം, സ്നേഹസമ്പൻ, അഹങ്കാരം ഒട്ടും ഇല്ലാത്തയാൾ, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി ഉണ്ടാകുമോ എന്ന് ഈ വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കാനിടയായി. അതിന് പരിഹാരമായിട്ട് നാരദ മഹർഷി 100 വരികളുള്ള ഒരു ഹ്രസ്വമായ കാവ്യം രചിച്ചു ശ്രീരാമദേവനെക്കുറിച്ച്. അത് വാൽമീകി മഹർഷി പിന്നീട് അത് രാമായണം എന്ന ഇതിഹാസ കാവ്യമാക്കി വളർത്തിയെടുത്തു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി മുഖവുര പറയുന്നില്ല. നമുക്ക് ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരത്തെ കുറിച്ചുള്ള കഥ നമുക്ക് കേൾക്കാം. ശരിക്കും ഭഗവാന് 10 അവതാരങ്ങളല്ല വിഷ്ണു ഭഗവാനുള്ളത്. സാധാരണയായിട്ട് 24 അവതാരങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ജയദേവ കവികൾ 10 അവതാരങ്ങളെക്കുറിച്ചുള്ള അവതാര കീർത്തനം എഴുതിയതുകൊണ്ടാണ് ഈ 10 അവതാരങ്ങളും പ്രസിദ്ധമായി തീർന്നത്. അപ്പോൾ നമ്മൾ 6 അവതാരങ്ങളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ. ഇങ്ങനെ നമ്മൾ 6 അവതാര കഥകൾ കേട്ടു. ഇനി നമുക്ക് 7ാമത്തെ നമ്മുടെ മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമനെക്കുറിച്ച് അറിയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്ന് 3 പേരായ രാക്ഷസന്മാർ ലങ്കയിൽ വസിച്ചിരുന്നു. അവർ സഹോദരന്മാരായിരുന്നു. അവർ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ആഗ്രഹിക്കുന്ന വരം വാങ്ങിക്കൊള്ളുവാൻ ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു. രാവണൻ ചോദിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യർ ഒഴിച്ചുള്ള യാതൊരു ജീവിയിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത് എന്ന വരം ആവശ്യപ്പെട്ടു. കുംഭകർണൻ ആവശ്യപ്പെട്ടത് നിർദേവത്വം എന്ന വരം തനിക്ക് കിട്ടണമെന്നാണ് മനസ്സിൽ ആഗ്രഹിച്ചത്. തന്നേക്കാൾ ആരാധ്യനായ മറ്റൊരു ദേവൻ ഉണ്ടാവരുത്, എല്ലാ ദേവന്മാരും തന്നെ ആരാധിക്കണം എന്ന വിധം അർത്ഥം ഉൾക്കൊള്ളുന്ന നിർദേവത്വം എന്ന വരം ആവശ്യപ്പെടുവാൻ തുടങ്ങിയ കുംഭകർണൻ നിദ്രാവത്വം എന്ന വരം കിട്ടണമെന്ന് പറഞ്ഞു. സരസ്വതി ദേവിയുടെ പ്രഭാവത്താൽ നിർദേവത്വം എന്നത് നിദ്രാവത്വം എന്ന വാക്കായി തെറ്റായി കുംഭകർണൻ ഉച്ചരിച്ചു. നിദ്രാവത്വം എന്നാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ഉറങ്ങണം എന്നാണ്. 3ാമത്തെ സഹോദരനായ വിഭീഷണനാകട്ടെ വിഷ്ണുഭക്തി എന്ന വരം ആവശ്യപ്പെട്ടു. അപ്രകാരം അവർ ഓരോരുത്തരും ആവശ്യപ്പെട്ട വരം കൊടുത്തിട്ട് ബ്രഹ്മാവ് മറഞ്ഞു. കുംഭകർണൻ അവിടെ തന്നെ മറിഞ്ഞു വീണ് ഉറങ്ങുവാൻ തുടങ്ങി.
അത് കണ്ട രാവണൻ വിഷണ്ണനായി വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. 1 വർഷത്തിൽ 6 മാസം ഉറക്കം കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ ഉണർന്നിരിക്കുമെന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തു. രാവണൻ സഹോദരന്മാരോടുകൂടി ലങ്കയിൽ ചെന്നു രാക്ഷസ ചക്രവർത്തിയായി വാണു. ദുഷ്ടനും ബലവാനുമായ രാവണൻ താമസിയാതെ 3 ലോകവും കീഴടക്കി. ദേവന്മാരെയും സാധുക്കളെയും അയാൾ നിർദ്ദയം ഉപദ്രവിച്ചു. അയാളുടെ ദ്രോഹകൃത്യങ്ങൾ കൊണ്ട് ദേവന്മാർക്ക് പൊറുതിമുട്ടി. ദേവന്മാർ ഒന്നിച്ചുകൂടി ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്നു സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. ആ സമയം വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും അരുളി ചെയ്തു, മനുഷ്യൻ ഒഴിച്ചുള്ള ജീവികളിൽ നിന്ന് മരണം ഉണ്ടാവരുത് എന്നാണല്ലോ രാവണൻ വരം വാങ്ങിയിരിക്കുന്നത്. ഞാൻ മനുഷ്യനായി അവതരിച്ച് ആ ദുഷ്ടനെ വധിക്കുന്നുണ്ട്. കുറേ കാലം നിങ്ങൾ സഹിച്ചിരിക്കുക. ഇപ്രകാരം അരുളി ചെയ്ത ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാവും മറ്റു ദേവന്മാരും ആശ്വസിച്ചു കാലം നയിച്ചു വന്നു. അക്കാലത്ത് ദശരഥൻ എന്ന മഹാരാജാവ് അയോധ്യ രാജ്യം ഭരിച്ചു വാഴുകയായിരുന്നു. എല്ലാ സൽഗുണങ്ങളും തികഞ്ഞവനായിരുന്നു ദശരഥ മഹാരാജൻ. ദശരഥനു കൗസല്യ, കൈകേയി, സുമിത്ര എന്ന 3 ഭാര്യമാരുണ്ടായിരുന്നു. പുത്രന്മാർ ജനിക്കുന്നതിന് വേണ്ടി ദശരഥൻ വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തു. കുറേ കാലം കഴിഞ്ഞ് ദശരഥൻ്റെ ഭാര്യമാർ 3 പേരും ഗർഭം ധരിച്ചു. 10 മാസം തികഞ്ഞപ്പോൾ ഒരു ശുഭദിനത്തിൽ കൗസല്യ ഒരു പുത്രനെ പ്രസവിച്ചു. അപ്രകാരം കൈകേയി ദേവി ഒരു പുത്രനെയും സുമിത്രാദേവി 2 പുത്രന്മാരെയും പ്രസവിച്ചു. കൗസല്യയിൽ ജനിച്ച പുത്രന് രാമൻ എന്നും കൈകേയിയുടെ പുത്രന് ഭരതൻ എന്നും സുമിത്രയുടെ പുത്രന് ലക്ഷ്മണൻ എന്നും ശത്രുഘ്നൻ എന്നും പിതാവായ ദശരഥൻ നാമകരണം ചെയ്തു. ഇങ്ങനെ വിഷ്ണുദേവൻ ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും അരുളി ചെയ്തതനുസരിച്ച് കൗസല്യാപുത്രനായി അവതരിച്ചു ശ്രീരാമൻ എന്ന നാമധേയം സ്വീകരിച്ചു. ശ്രീരാമൻ സകല സൽഗുണങ്ങളും നിറഞ്ഞ ഇരിപ്പിടമായി ശോഭിച്ചു. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന അനുജന്മാരോടുകൂടി ശ്രീരാമൻ ബാല്യത്തിൽ എല്ലാ വിദ്യയും വേണ്ടതുപോലെ പഠിച്ചു. ശ്രീരാമൻ്റെ സൽസ്വഭാവവും ബുദ്ധിശക്തിയും വിനയവും കണ്ട് സകല ജനങ്ങളും സന്തോഷിച്ചു. ക്രമേണ യൗവനദശയിൽ പ്രവേശിക്കുവാൻ തുടങ്ങിയ ശ്രീരാമനെ കൊണ്ട് അച്ഛനമ്മമാരും മറ്റു സകല ജനങ്ങളും വളരെയധികം ആനന്ദിച്ചു. ആ ഇടയ്ക്ക് ഒരു ദിവസം വിശ്വാമിത്രൻ എന്ന മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ സമീപത്ത് വന്നു. ആ മഹർഷിയെ വേണ്ടതുപോലെ സൽക്കരിച്ചതിന് ശേഷം ദശരഥൻ ചോദിച്ചു, മഹർഷി, എന്നിൽ നിന്ന് അങ്ങ് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? വിശ്വാമിത്രൻ, കാട്ടിലുള്ള എൻ്റെ ആശ്രമത്തിൽ വെച്ച് ഒരു യാഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ യാഗത്തിന് വിഘ്നമുണ്ടാക്കുവാൻ ദുഷ്ടരും ബലിഷ്ഠരുമായ അനേകം രാക്ഷസന്മാർ അവിടെ വന്ന് പല ദ്രോഹങ്ങളും ചെയ്യും. ആ രാക്ഷസന്മാരെയൊക്കെ അടിച്ചോടിച്ച് എൻ്റെ യാഗം രക്ഷിക്കാൻ അങ്ങയുടെ പുത്രനായ ശ്രീരാമനെ എന്നോടൊന്നിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കണം. വിശ്വാമിത്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജൻ പരിഭ്രമിച്ചു. ഭയങ്കരന്മാരായ രാക്ഷസന്മാരോട് പൊരുതുവാൻ തൻ്റെ ഓമന പുത്രനായ ശ്രീരാമന് എങ്ങനെ സാധിക്കും? ശ്രീരാമന് വല്ല ആപത്തും സംഭവിച്ചാൽ എങ്ങനെ സഹിക്കും? ഇപ്രകാരമുള്ള വിചാരങ്ങൾ ദശരഥനെ സങ്കടപ്പെടുത്തി. ഇങ്ങനെ പലതും ആലോചിച്ചു കൊണ്ട് മൗനമായി നിലകൊണ്ട ദശരഥനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, മഹാരാജാവേ, ശ്രീരാമൻ യാതൊരു ആപത്തും സംഭവിക്കില്ല. ശ്രീരാമൻ്റെ മാഹാത്മ്യം എന്താണെന്ന് അങ്ങ് അറിയുന്നില്ല. മഹർഷിമാരായ ഞങ്ങൾക്ക് അതറിയാം. അതുകൊണ്ട് ശ്രീരാമനെ എന്നോടുകൂടി പറഞ്ഞയക്കുക. അതുകേട്ട് ദശരഥൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്രൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഉപദേശിച്ചു.
ദശരഥൻ അപ്രകാരം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോടുകൂടി വിശ്വാമിത്ര മഹർഷിയുമായി ഒന്നിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. പോകുന്ന സമയം വഴിയിൽ വെച്ച് വിശ്വാമിത്രൻ അനേകവിധമായ അറിവുകൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. കാട്ടിൽ ഒരിടത്ത് ചെന്നപ്പോൾ താടക എന്ന ഒരു രാക്ഷസി അവരെ ഉപദ്രവിക്കുവാൻ പാഞ്ഞെത്തി. വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ഒരു ബാണം പ്രയോഗിച്ച് താടകയെ വധിച്ചു. വളരെ കാലമായി സാധുജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ദുഷ്ടയായ താടക എന്ന ആ രാക്ഷസിയെ ശ്രീരാമൻ വധിച്ചതറിഞ്ഞ് വിശ്വാമിത്രനും മറ്റ് മഹർഷിമാരും വളരെയധികം സന്തോഷിച്ചു. അല്പദിവസങ്ങൾ കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരോടുകൂടെ വിശ്വാമിത്രൻ കാട്ടിലുള്ള തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം തന്നെ ആ മഹർഷി യാഗം ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കരന്മാരായ രാക്ഷസന്മാർ ആ യാഗം മുടക്കുവാൻ അവിടെ എത്തി. പല വിധത്തിൽ ദ്രോഹം ചെയ്യാൻ തുടങ്ങി. ആ രാക്ഷസന്മാരിൽ മുമ്പൻ മാരിജൻ എന്ന രാക്ഷസനായിരുന്നു. ശ്രീരാമൻ ബാണം പ്രയോഗിച്ച് ആ രാക്ഷസന്മാരെയൊക്കെ ഓടിച്ചു. ചിലർ ചത്തു. മാരിജനും മറ്റും അവിടെ നിന്ന് ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ടു. വിശ്വാമിത്രൻ മുടക്കം കൂടാതെ യാഗം പൂർത്തിയാക്കി. രാക്ഷസന്മാരെ ഓടിച്ച് യാഗം പൂർത്തിയാക്കുവാൻ സഹായിച്ച ശ്രീരാമൻ്റെ പ്രതാപവും ധൈര്യവും കണ്ട് വിശ്വാമിത്രനും മഹർഷിമാരും വളരെയധികം ആനന്ദിച്ചു. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ജനകൻ എന്ന രാജാവിൻ്റെ രാജധാനിയിൽ ചെന്നു. ജനക മഹാരാജാവ് അവരെ എതിരേറ്റ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു വേണ്ടതുപോലെ സൽക്കരിച്ചു. ജനകൻ്റെ കൊട്ടാരത്തിൽ വിശേഷപ്പെട്ട ഒരു ധനുസ് ഉണ്ടായിരുന്നു. ആ വില്ലെടുത്ത് കുലയ്ക്കുന്നവന് മാത്രമേ തൻ്റെ ഓമനപുത്രിയായ സീതാദേവിയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് ജനക മഹാരാജാവ് ഒരു ശപഥം ചെയ്തിരുന്നു. അതിസുന്ദരിയായ സീതയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ച് പലരും ആ വില്ല് കുലയ്ക്കുവാൻ നോക്കി. പക്ഷേ സാധിച്ചില്ല. ആ വിവരമറിഞ്ഞ ശ്രീരാമൻ ആ വില്ല് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് ജനകൻ ആ വില്ല് വച്ചിരുന്ന സ്ഥലത്തേക്ക് ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ പ്രയാസം കൂടാതെ ബലമേറിയ ആ വില്ലെടുത്ത് കുലച്ചു. അപ്പോൾ ഒരു വലിയ മുഴക്കത്തോടുകൂടി ആ ധനുസ് ഒടിഞ്ഞുപോയി. ഈ സംഭവം അറിഞ്ഞ ജനകനും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും വളരെ ആശ്ചര്യപ്പെട്ടു. താൻ ചെയ്ത ശബ്ദമനുസരിച്ച് ജനക മഹാരാജാവ് തൻ്റെ പുത്രിയായ സീതാദേവിയെ ശ്രീരാമന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ നിശ്ചയിച്ചു. കൂടാതെ ജനകൻ തൻ്റെ രണ്ടാമത്തെ പുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും തൻ്റെ അനുജനായ കുശധ്വജൻ എന്ന രാജാവിൻ്റെ 2 പുത്രിമാരിൽ മാണ്ഡവി എന്ന പുത്രിക്ക് ഭരതനും ശ്രുതകീർത്തി എന്ന പുത്രിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ആ വിവരം അയോധ്യയിൽ വസിച്ചിരുന്ന ദശരഥ മഹാരാജാവിനെ ജനക മഹാരാജാവ് അറിയിച്ചു. അപ്പോൾ ദശരഥ മഹാരാജനും കൗസല്യ, കൈകേയി, സുഭദ്ര എന്ന അമ്മമാർക്കും വളരെയധികം സന്തോഷമായി. അവർ രാജകുമാരന്മാരായ ഭരത ശത്രുഘ്നന്മാരോടും പരിവാരങ്ങളോടും കൂടി ജനകൻ്റെ രാജധാനിയിലെത്തി. ജനകൻ അവരെ വേണ്ടതുപോലെ സൽക്കരിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ സീതയെ ശ്രീരാമനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഭാര്യാസമേതനായ പുത്രന്മാരോടും പരിവാരങ്ങളോടും കൂടി ദശരഥൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വെച്ച് പരശുരാമൻ പ്രവേശിച്ച് ശ്രീരാമനെ തടഞ്ഞു നിർത്തി. പരശുരാമൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ബലമേറിയ ഒരു വില്ല് കാണിച്ച് ശ്രീരാമനോട് പറഞ്ഞു, രാമ, ജനകൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ബലമേറിയ വില്ല് നീ എടുത്ത് കുലയ്ക്കുകയും ഒടിക്കുകയും ചെയ്തു എന്ന വിവരം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ വളരെ ബലശാലിയാണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. നിന്നെപ്പോലെ ബലവാന്മാരായ ക്ഷത്രിയന്മാരോട് പൊരുതി അവരെ വധിക്കുക എന്നത് എൻ്റെ വ്രതമാണ്. അതുകൊണ്ട് നിന്നോടുകൂടി യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി എൻ്റെ കൈവശമുള്ള
ബലമേറിയ ഈ വില്ല് നീ വാങ്ങിച്ചു കുലയ്ക്കുക. നിനക്ക് അതിന് സാമർഥ്യമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ. അത് കേട്ട് ശ്രീരാമൻ ആ വില്ല് വാങ്ങിച്ച് തീരെ ഒട്ടും പ്രയാസം കൂടാതെ തന്നെ കുലച്ചു. അത് കണ്ടപ്പോൾ പരശുരാമന് വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീരാമ, അങ്ങ് ആരാണെന്ന് ആലോചിക്കാതെ ധിക്കാരമായി ഞാൻ പറഞ്ഞത് ക്ഷമിക്കുക. ലോകരക്ഷയ്ക്കായി അങ്ങ് പ്രവർത്തിക്കുക. തപസ് ചെയ്യുവാൻ എന്നെ വിട്ടയക്കുക. അത് കേട്ട് ശ്രീരാമൻ മന്ദഹാസം ചെയ്തു പരശുരാമനെ വണങ്ങി യാത്രയച്ചു. ആ സംഭവം കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. ദശരഥൻ പുത്രന്മാരോടും മറ്റുള്ളവരോടും കൂടി അയോധ്യയിൽ ചെന്ന് സന്തോഷമായി കാലം കഴിച്ചു. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീരാമനെ യുവരാജാവായി പട്ടാഭിഷേകം ചെയ്യുവാൻ ദശരഥൻ നിശ്ചയിച്ചു. അതനുസരിച്ച് വേണ്ടതായ ഒരുക്കങ്ങൾ നടന്നു. അപ്പോൾ കൈകേയിയുടെ വേലക്കാരിയായ മന്ദര എന്ന സ്ത്രീ കൈകേയിയുടെ സമീപത്ത് ചെന്ന് പറഞ്ഞു, ശ്രീരാമന് പട്ടാഭിഷേകം നടക്കുവാൻ അനുവദിക്കരുത്. ശ്രീരാമന് രാജാധികാരം കിട്ടിയാൽ അവൻ്റെ അമ്മയായ കൗസല്യ അഹങ്കരിക്കും. ഭവതിയെയും ഭവതിയുടെ പുത്രനായ ഭരതനെയും ആർക്കും ബഹുമാനം ഉണ്ടാവുകയില്ല. കുറേ കഴിയുമ്പോൾ ഭവതിക്കും ഭരതനും ഇവിടെ താമസിക്കുവാൻ പോലും സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഭവതി ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടക്കണം. ഭരതനെ യുവരാജാവായി വാഴിക്കണം. മുമ്പൊരു സന്ദർഭത്തിൽ ഭരതര മഹാരാജാവ് ഭവതിക്ക് 2 വരം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അവയിൽ ഭരതനെ യുവരാജാവായി പട്ടാഭിഷേകം ചെയ്യണമെന്നും ഒരു വരം ആവശ്യപ്പെടുക. ശ്രീരാമൻ 14 വർഷം കാട്ടിൽ ചെന്ന് വസിക്കണമെന്നും 2ാമത്തെ വരം ആവശ്യപ്പെടുക. സത്യസന്ധനായ ദശരഥ മഹാരാജാവ് ഭവതി ആവശ്യപ്പെടുന്ന 2 വരങ്ങളും തരാതിരിക്കുകയില്ല. ഈ കാര്യം സാധിച്ചാൽ ഭവതിക്കും ഭരതനും സന്തോഷമായി കഴിയുവാൻ സൗകര്യം ലഭിക്കുന്നതാണ്. ഇപ്രകാരം ദുഷ്ടയായ മന്ധര ഉപദേശിച്ചതുപോലെ കൈകേയി ദേവി ദശരഥ മഹാരാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെട്ടു. വളരെ സങ്കടത്തോടുകൂടി ദശരഥൻ കൈകേയിയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ബാധ്യസ്ഥനായി. ആ വിവരമറിഞ്ഞ ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. ലക്ഷ്മണനും സീതയും ശ്രീരാമനോടുകൂടി യാത്രയായി. ദശരഥനും കൗസല്യയും മറ്റു ജനങ്ങളും വളരെയധികം സങ്കടപ്പെട്ടു, വിഷാദിച്ചു കണ്ടു. ശ്രീരാമനെ പിരിഞ്ഞ ദുഃഖം നിമിത്തം ദശരഥൻ പ്രാണൻ വെടിഞ്ഞു. ആ സമയം അമ്മാവനായ കേകയ രാജാവിൻ്റെ രാജധാനിയിൽ ചെന്ന് താമസിച്ചിരുന്ന ഭരതനെയും ശത്രുഘ്നെയും അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഏർപ്പാടുകൾ നടന്നു. താമസിയാതെ ഭരതൻ ശത്രുഘ്നോടുകൂടി അയോധ്യയിലെത്തി. അപ്പോൾ മാത്രമാണ് അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി ഭരതന് അറിവുണ്ടായത്. ഉത്തമനായ ഭരതൻ വളരെ സങ്കടപ്പെട്ടു. തൻ്റെ അമ്മയായ കൈകേയിയെ വളരെ നിന്ദിച്ചു. സ്വർഗം പ്രാപിച്ച പിതാവായ ദശരഥന് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്ത ശേഷം ഭരതൻ പരിവാരങ്ങളോടുകൂടി രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടു. ജ്യേഷ്ഠനായ ശ്രീരാമനെ കണ്ടുപിടിച്ച് രാജധാനിയിൽ കൂട്ടിക്കൊണ്ടുവരുവാനും രാജ്യഭാരം അദ്ദേഹത്തെ കൊണ്ട് സ്വീകരിപ്പിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഭരതൻ ശ്രീരാമനെ തേടി പുറപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾ യാത്ര ചെയ്തു ഭരതനും അനുയായികളും ചിത്രകൂടം എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ താമസിച്ചിരുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും കണ്ടെത്തി. ഭരതൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങിയിട്ട് ദശരഥൻ്റെ നിര്യാണം മുതലായ സംഭവങ്ങൾ വിവരിച്ചു. ദശരഥൻ്റെ മരണവാർത്ത കേട്ട ശ്രീരാമനും ലക്ഷ്മണനും സീതയും വളരെയധികം ദുഃഖിച്ചു. സ്വർഗം പ്രാപിച്ച പിതാവിന് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ശ്രീരാമൻ അനുഷ്ഠിച്ചു. അതിനുശേഷം ശ്രീരാമനോട് ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠനായ അങ്ങ് തന്നെയാണ് രാജ്യഭാരം വഹിക്കുവാൻ അവകാശി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് രാജധാനിയിലേക്ക് മടങ്ങി വരിക. ശ്രീരാമൻ, ഭരത, അച്ഛൻ്റെ സത്യം അനുസരിച്ച് 14 കൊല്ലം വനവാസം അനുഷ്ഠിച്ചതിന് ശേഷമേ ഞാൻ രാജധാനിയിലേക്ക് മടങ്ങുകയുള്ളൂ. അതുവരെ നീ തന്നെ രാജാവായി വാഴണം. ഭരതൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടും ശ്രീരാമൻ അതിനു വഴിപ്പെട്ടില്ല. ഒടുവിൽ ശ്രീരാമൻ്റെ മെതിയടികൾ വാങ്ങിച്ചുകൊണ്ട്
ആ മെതിയടികളെ ശ്രീരാമൻ്റെ പ്രതിനിധിയായി സങ്കല്പിച്ച് 14 കൊല്ലം വല്ല വിധത്തിലും ഞാൻ രാജ്യം ഭരിക്കാമെന്നും 14 കൊല്ലം പൂർത്തിയായതിൻ്റെ അടുത്ത ദിവസം രാമൻ രാജധാനിയിൽ മടങ്ങാത്ത പക്ഷം താൻ അഗ്നിയിൽ പ്രവേശിച്ച് പ്രാണവിയോഗം വരുത്തുമെന്നും പറഞ്ഞ് ഭരതൻ അനുയായിയോടുകൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ചിത്രകൂടത്തിൽ നിന്ന് പുറപ്പെട്ട് ദണ്ഡകാരണ്യത്തിൽ ചെന്ന് അവിടെ താമസിച്ചു. അനേകം മഹർഷിമാരെ കണ്ട് അവരെ വണങ്ങി. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മഹർഷിമാർക്ക് ദുഷ്ടന്മാരായ അനേകം രാക്ഷസന്മാരാൽ നേരിടുന്ന ഉപദ്രവങ്ങളെപ്പറ്റി ആ മഹർഷിമാർ ശ്രീരാമനോട് പറഞ്ഞു. ആ രാക്ഷസന്മാരെ വധിച്ച് മഹർഷിമാരുടെ സങ്കടം ശമിപ്പിച്ചു കൊള്ളാമെന്ന് ശ്രീരാമൻ വാഗ്ദാനവും ചെയ്തു. ഒരു ദിവസം വിരാധൻ എന്ന രാക്ഷസൻ ആക്രമിക്കുവാൻ വന്നപ്പോൾ ശ്രീരാമൻ അവനെ വധിച്ചു. ലങ്കയിൽ വസിക്കുന്ന രാക്ഷസ രാജാവായ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖ ഒരു ദിവസം ശ്രീരാമൻ്റെ സമീപത്ത് വന്ന് തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ശ്രീരാമനോട് നിർബന്ധിച്ചു. ശ്രീരാമൻ അത് നിരസിച്ചതിനാൽ ആ രാക്ഷസി സീതാദേവിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ലക്ഷ്മണൻ ഒരു വാളുകൊണ്ട് ആ രാക്ഷസിയുടെ മൂക്കും മുലയും അരിഞ്ഞ് അവളെ ഓടിച്ചു. ശൂർപ്പണഖ ദണ്ഡകാരണ്യത്തിൽ ഒരിടത്ത് വസിച്ചിരുന്ന ഖരൻ എന്ന രാക്ഷസന്റെ മുമ്പിൽ ചെന്ന് തനിക്ക് നേരിട്ട വിപത്തിനെ പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ടു. ഉടനെ ഖരൻ തൻ്റെ സഹോദരന്മായ ദൂഷണൻ, ത്രിശിരസ് എന്ന 2 സഹോദര രാക്ഷസന്മാരോടും ചേർന്ന് 14,000 രാക്ഷസന്മാരോടും കൂടി ശ്രീരാമൻ്റെ അടുത്ത് യുദ്ധത്തിനായി എത്തി. അല്പനേരം കൊണ്ട് ഭഗവാൻ ശ്രീരാമൻ ആ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. പിന്നീട് ശൂർപ്പണഖ ലങ്കയിൽ ചെന്നു നടന്ന സംഭവം മുഴുവൻ രാവണനോട് പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരുവാനും ശ്രീരാമനോട് പകരം വീട്ടുവാനും രാവണൻ നിശ്ചയിച്ചു. രാവണൻ തൻ്റെ അമ്മാവനായ മാരിചൻ എന്ന രാക്ഷസൻ്റെ സമീപത്ത് എന്ന് പറഞ്ഞു, അമ്മാവ, അങ്ങ് വലിയ മായാവിയാണല്ലോ. അങ്ങ് മായ കൊണ്ട് ഒരു പൊന്മാനായി രൂപം ധരിച്ച് സീതയുടെ മുൻപിൽ ചെല്ലണം. പൊന്മാനെ പിടിച്ചു തരണമെന്ന് സീത ശ്രീരാമനെ നിർബന്ധിക്കും. അങ്ങനെ ശ്രീരാമൻ സീതയുടെ സമീപത്ത് നിന്ന് വളരെ ദൂരെ അകന്നു പോകുവാൻ അങ്ങ് പ്രവർത്തിക്കണം. ആ തക്കം നോക്കി സീതയെ ഞാൻ കട്ടുകൊണ്ടു പോന്നേക്കാം. രാവണൻ പറഞ്ഞത് കേട്ട് മാരിചൻ പൊന്മാനായി രൂപം ധരിച്ചു രാവണൻ്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിച്ചു. സീതയുടെ സമീപത്ത് ആരും ഇല്ലാതായ സന്ദർഭം അറിഞ്ഞ് മായാവിയായ രാവണൻ അവിടെ എത്തി. ദേവിയെ ബലാത്കാരമായി എടുത്തുകൊണ്ട് സ്വന്തം വിമാനത്തിൽ കയറി വളരെ വേഗത്തിൽ ലങ്കയിലേക്ക് പുറപ്പെട്ടു. രാവണൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ടുപോയ സീതാദേവി സഹിക്കവയ്യാതെ ദുഃഖത്തോടുകൂടി ഉറക്കെ നിലവിളിച്ചു. ജഡായു എന്ന പക്ഷി രാവണൻ്റെ ആ നീചമായ പ്രവൃത്തി കണ്ട് രാവണനെ തടുത്തു നിർത്തി യുദ്ധം ചെയ്തു. പക്ഷേ രാവണൻ ആ പക്ഷിയുടെ ശരീരത്തിൽ ആഞ്ഞു വെട്ടിയിട്ട് പാഞ്ഞു മറഞ്ഞു കളഞ്ഞു. അപ്പോൾ ജഡായു തറയിൽ വീണു പിടച്ചു. മാരിചനെ വധിച്ച് മടങ്ങി വന്ന ശ്രീരാമൻ സീതയെ കാണാതെ വളരെ വിഷമിച്ചു. ഉടനെ സീതയെ തേടുന്നതിനായി രാമദേവനും ലക്ഷ്മണനും അവിടെ നിന്ന് യാത്രയായി. ഒരിടത്ത് ചെന്നപ്പോൾ മരിക്കാറായി കിടക്കുന്ന ജഡായുവിനെ അവർ കണ്ടു. സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയ വിവരം ജഡായു രാമലക്ഷ്മണന്മാരോട് പറയുകയും ഉടൻ തന്നെ ജീവൻ വെടിയുകയും ചെയ്തു. അസഹ്യമായ ദുഃഖത്തോടുകൂടി ശ്രീരാമനും ലക്ഷ്മണനും രാവണൻ്റെ ഇരിപ്പിടം കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. കാട്ടിലൊരിടത്ത് ചെന്നപ്പോൾ ഖബന്ധൻ എന്ന ഭയങ്കരനായ ഒരു രാക്ഷസൻ രാമലക്ഷ്മണന്മാരെ ആക്രമിക്കുവാൻ തുടങ്ങി. ഉടനെ അവർ ആ രാക്ഷസനെ വധിച്ചു. പിന്നീട് രാമലക്ഷ്മണന്മാർ വാനരന്മാരുടെ വാസസ്ഥാനമായ കിഷ്കിന്ധ എന്ന പ്രദേശത്ത് ചെന്നു. സുഗ്രീവൻ എന്ന വാനര രാജാവുമായി സഖ്യം ചെയ്തു. സുഗ്രീവനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവനും സുഗ്രീവൻ്റെ ജ്യേഷ്ഠനുമായിരുന്ന ബലവാനായ ബാലി എന്ന വാനര രാജാവിനെ വധിക്കുകയും യോഗ്യനായ ആ സുഗ്രീവനെ വാനരന്മാരുടെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ശ്രീരാമൻ്റെ ആഗ്രഹമനുസരിച്ച് സുഗ്രീവൻ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ സമർത്ഥന്മാരായ വാനരന്മാരെ പല ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു.
ആ വാനരന്മാരിൽ വെച്ച് അതിസമർത്ഥനായ ഹനുമാൻ എന്ന വാനരൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്നു. അവിടെ അശോകവനിയിൽ ദുഃഖിച്ചു വസിച്ചിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തി. ശ്രീരാമൻ അടയാളമായി അയച്ചിരുന്ന മോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുക്കുകയും ദേവിയുടെ ചൂടാരത്നം ശ്രീരാമന് സമർപ്പിക്കാനായി വാങ്ങിക്കുകയും ദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഹനുമാൻ അശോകവനിയിൽ നിന്നും മാറി ലങ്കയിലുണ്ടായിരുന്ന ഉദ്യാനങ്ങളെ നശിപ്പിച്ചു. ഉടനെ അനേകം രാക്ഷസന്മാർ ഹനുമാനോട് യുദ്ധത്തിനായി പാഞ്ഞെത്തി. അവരെയൊക്കെ ഹനുമാൻ നിഷ്പ്രയാസം വധിച്ചു. അസംഖ്യം രാക്ഷസന്മാരെ ഹനുമാൻ വധിച്ചു കളഞ്ഞത് അറിഞ്ഞ രാവണൻ ഹനുമാനോട് പൊരുതുവാൻ അക്ഷകുമാരൻ എന്ന പരാക്രമശാലിയായ തൻ്റെ പുത്രനെ നിയോഗിച്ചു. ഹനുമാൻ അവനെയും നിഷ്പ്രയാസം വധിച്ചു. ആ വിവരമറിഞ്ഞ് രാവണൻ ഇന്ദ്രജിത്ത് എന്ന മറ്റൊരു പുത്രനെ ഹനുമാനോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞയച്ചു. കുറേ നേരം യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്തിനെ ക്ഷീണിപ്പിച്ചതിന് ശേഷം ഹനുമാൻ രാവണൻ്റെ സമീപത്ത് ചെല്ലുവാൻ സൗകര്യം കിട്ടണമെന്ന് വിചാരിച്ച് ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ മോഹാലസ്യം നേരിട്ട മട്ടിൽ അനങ്ങാതെ ഇങ്ങനെ കിടന്നു. ഉടനെ രാക്ഷസന്മാർ ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അപ്പോൾ ഹനുമാനോട് രാവണൻ ചോദിച്ചു, വാനര, നീ എവിടെ നിന്ന് വന്നിരിക്കുന്നു? ഇവിടെ വന്നത് എന്തിനാണ്? നീ ഇത്രയ്ക്ക് ശല്യം ചെയ്യുവാൻ എന്താണ് കാരണം? ഹനുമാൻ, സത്യസന്ധനും പരാക്രമശാലിയുമായ ഭഗവാൻ ശ്രീരാമൻ വാനര രാജാവായ സുഗ്രീവനുമായി സഖ്യം ചെയ്തിരിക്കുന്നു. ബലവാനായ ബാലിയെ വധിച്ച് സുഗ്രീവനെ രാജാവായി വാഴിച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം സീതാദേവിയെ തേടി കണ്ടുപിടിക്കുക എന്നതാണ് എൻ്റെ ജോലി. അങ്ങനെ കണ്ടുപിടിക്കാൻ നിയോഗിച്ചിരുന്ന വാനരന്മാരിൽ ഒരുവനാണ് ഞാൻ. രാക്ഷസ രാജാവായ അങ്ങ് ശ്രീരാമൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് വളരെ നിന്ദ്യമായ കാര്യമാണ്. വേഗം സീതാദേവിയെ കൂട്ടിക്കൊണ്ട് ശ്രീരാമൻ്റെ മുൻപിൽ ചെന്ന് ആ ദേവിയെ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അങ്ങ് ചെയ്തു പോയ തെറ്റിനെപ്പറ്റി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുക. അങ്ങ് അങ്ങനെ ചെയ്യാത്ത പക്ഷം താമസിയാതെ അങ്ങയെ ആശ്രയിച്ച് കഴിയുന്ന സകല രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിക്കുവാനിടയാകും. അങ്ങയുടെ മുമ്പിൽ വരുന്നതിനും അങ്ങയോട് സംസാരിക്കുന്നതിനും സൗകര്യം കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. ഇപ്രകാരം ഹനുമാൻ പറഞ്ഞത് കേട്ട് രാവണൻ കോപിച്ചു വിറച്ചു. ഹനുമാനെ വധിക്കുവാൻ രാവണൻ രാക്ഷസന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോൾ രാവണൻ്റെ അനുജനെങ്കിലും യോഗ്യനായ വിഭീഷണൻ ഹനുമാനെ വധിക്കുവാൻ ആജ്ഞാപിച്ചത് രാജനീതിക്ക് യോജിക്കുന്നതല്ല എന്ന് രാവണനോട് പറഞ്ഞു. എന്നാൽ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തട്ടെ എന്ന് രാവണൻ കൽപ്പന കൊടുത്തു. രാക്ഷസന്മാർ അപ്രകാരം പ്രവർത്തിച്ചു. വാലിൽ തീ കൊളുത്തിയപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന കെട്ടുകൾ പൊട്ടിക്കുകയും അനേകം രാക്ഷസന്മാരെ കൊല്ലുകയും ലങ്കയിലെ കോട്ടകൾ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. സമുദ്രജലത്തിൽ വാൽ മുക്കി അതിലുണ്ടായിരുന്ന തീ കെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഹനുമാൻ വീണ്ടും അശോകവനത്തിൽ ചെന്ന് സീതാദേവിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു. സമുദ്രം കടന്ന് ഹനുമാൻ ശ്രീരാമൻ്റെ സമീപത്ത് ചെന്ന് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. സീതാദേവി കൊടുത്തയച്ചിരുന്ന ചൂടാരത്നം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചു. സീതാദേവിയെ പറ്റിയുള്ള വിവരമറിഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വളരെ ആശ്വസിച്ചു. അവർ വാനര സൈന്യങ്ങളോടുകൂടി പുറപ്പെട്ടു സമുദ്രതീരത്ത് ചെന്നു. അപ്പോൾ വിഭീഷണൻ രാവണൻ്റെ ദുഷ്പ്രവൃത്തികൾ കണ്ട് വെറുത്ത് ലങ്കയിൽ നിന്നും പുറപ്പെട്ട് ശ്രീരാമൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു. ശ്രീരാമൻ വിഭീഷണനെയും തൻ്റെ സുഹൃത്തായി സ്വീകരിച്ചു. പിന്നീട് സമുദ്രത്തിൽ അണകെട്ടി അതുവഴി ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും വാനര സൈന്യങ്ങളും ലങ്കയിലെത്തി രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്തു. രാവണൻ്റെ സൈന്യങ്ങൾ നശിച്ചു. ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു.
കുംഭകർണൻ, രാവണൻ തുടങ്ങിയ പ്രധാന രാക്ഷസന്മാരെ ഭഗവാൻ ശ്രീരാമൻ നിഗ്രഹിച്ചു. 3 ലോകത്തിനും ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്ന രാവണൻ, കുംഭകർണൻ മുതലായ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ശ്രീരാമൻ വധിച്ചപ്പോൾ സന്തോഷിച്ച ദേവതകൾ ആകാശത്ത് നിന്ന് പൂമഴ പൊഴിച്ചു. വിഭീഷണനെ ലങ്കയുടെ അധിപനായി വാഴിച്ച ശേഷം സീതാദേവിയെ സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ മുതലായവരോടുകൂടി പുഷ്പകം എന്ന വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് യാത്ര ചെയ്തു. താമസിയാതെ അയോധ്യയിലെത്തി. ഭരതൻ, ശത്രുഘ്നൻ എന്ന 2 സഹോദരന്മാരും കൗസല്യ തുടങ്ങി അമ്മമാരും മറ്റുള്ള ജനങ്ങളെയും ശ്രീരാമൻ ആശ്വസിപ്പിച്ചു. നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ സീതാസമേതനായി ശ്രീരാമൻ രാജസിംഹാസനത്തിൽ രാജചിഹ്നങ്ങളോടുകൂടി പ്രവേശിച്ചു. വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ ശ്രീരാമന് പട്ടാഭിഷേകം നടത്തി. സുഗ്രീവൻ, വിഭീഷണൻ മുതലായവർ ശ്രീരാമൻ്റെ അനുമതി വാങ്ങി അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോയി സന്തോഷത്തോടുകൂടി വസിച്ചു. ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും അവതരിച്ച ശ്രീരാമനെ സകല ജനങ്ങളും വാഴ്ത്തി സന്തോഷിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇക്കഥ കേൾക്കുന്ന എല്ലാ ഭക്തർക്കും ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ.